പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആണ് നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത്. നമ്മൾ വിഷം കഴിക്കണോ അതോ നല്ല ആഹാരം കഴിക്കണോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളിലാണ് നമ്മളെ ഭക്ഷണങ്ങൾ നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. അതായത് പച്ചക്കറികളാവട്ടെ മറ്റുള്ള കാര്യങ്ങളാവട്ടെ, ഇതെല്ലാം നമുക്ക് വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇതെല്ലാം നമുക്ക് മായം കലർന്നുള്ള ഭക്ഷണ സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളെ വീടുകളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് 2 സെന്റോ 3 സെന്റോ വസ്തു ഉള്ളതെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നട്ടു വളർത്താൻ പറ്റും. അത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ടെറസിന്റെ മേളിലൊക്കെ നമുക്ക് ഗ്രോ ബാഗിനകത്ത് നമുക്ക് എന്തെങ്കിലും പച്ചക്കറികളോ കാര്യങ്ങളോ നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റും. ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വിഷമടിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക. കുറെ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മളെ പൂർവികർ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതെല്ലാം നമ്മൾ വിട്ടുകളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള ജീവിതം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത്, ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്, എത്ര വൃത്തിഹീനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കുക. മാക്സിമം നമ്മൾ വീടുകളിൽ തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. നമ്മൾ ഹോട്ടലുകളിൽ ആശ്രയിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ അവർ എത്ര വെള്ളത്തിൽ കഴുകിയാണ് ഓരോ ഭക്ഷണങ്ങളും നമുക്ക് തരുന്നത് എന്ന് നമ്മൾ എത്ര വലിയ സ്റ്റാർ ഹോട്ടലാവട്ടെ, അവർ എല്ലായിടവും നമുക്ക് ഒരു വൃത്തിഹീനത ഉണ്ടായിരിക്കും. നമുക്കത് ഉറപ്പാണ്. നമ്മളെ വീട്ടിൽ ശുദ്ധിയാക്കി നമ്മൾ പാചകം ചെയ്യുന്ന കണക്ക് ഒരു ഹോട്ടലുകളിലും ചെയ്യത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ബേക്കറി ഐറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മായം കലർന്നുള്ള വിഷാംശങ്ങൾ കലർന്നുള്ള വസ്തുക്കളാണ് ബേക്കറി ഐറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമുക്ക് വീടുകളിൽ നമുക്ക് കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇതിൽ നിന്ന് ചിന്തിച്ച് നിങ്ങൾ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മളെ ആരോഗ്യത്തിനും നമ്മളെ മാധ്യത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കുറെ കാര്യങ്ങളാണിത്. നിങ്ങൾ ചിന്തിക്കുക, ഇത് പ്രവർത്തനമാക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു.